jewishpress.com എന്ന് പറയുന്ന ഒരു പത്രമാണ്. അവർ ചോദിക്കുന്നത് യാഹ്യ സിൻവാർസ് ഡ്രാഗ് ഷോ ഈസ് ഇറ്റ് അപ്രൂവ്ഡ് ബൈ ഇസ്ലാം? ഇതാണ് അവരുടെ ചോദ്യം. അതായത് യാഹ്യ സിൻവർ പെൺവേഷം കെട്ടിയിരിക്കുന്നു, ഇത് ഇസ്ലാം അനുവദിക്കുന്നതാണോ എന്നുള്ളത്. അപ്പം അവിടെ യാഹ്യ സിൻവറിന്റെ പെണ്ണായിട്ട് വേഷം കെട്ടിയ ഒരു പടവും കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും കണ്ടുപിടിച്ചൊന്നുമല്ല, അവരുടെ ഭാവനയിൽ അവർ വരച്ചൊരു പടമാകാനാണ് സാധ്യത, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുണ്ടാക്കിയതായിരിക്കും. അപ്പം ഒരു മുസ്ലിം, പ്രത്യേകിച്ച് ഒരു മതപരനായ ഒരു മുസ്ലിം, ഒരു ഭീകരവാദിക്ക് സ്വന്തം ജീവൻ രക്ഷിക്കാനായിട്ട് സ്ത്രീവേഷം കെട്ടാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് സാധാരണ ഇതിൽ കഴിയും. കാര്യം എന്ത് വേഷം കെട്ടിയാലും സ്വന്തം പ്രാണൻ രക്ഷിക്കണം, ഒറ്റ ജീവിതമേ ഉള്ളൂ, അതിൽ തെറ്റൊന്നുമില്ല. ഏത് വേഷം, സ്ത്രീവേഷമോ പുരുഷവേഷമോ, എന്ത് വേഷം കെട്ടുന്നതിലും ഒരു കുഴപ്പമില്ല, എവിടെ ഒളിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒളിക്കാനുള്ള സൗകര്യം മറ്റുള്ളവർ കൂടെ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. കാരണം ഈ തോറാബോറ ഗുഹകളിലിരുന്ന് അബട്ടാബാദിലൊക്കെ ഇരുന്ന് ലാദൻ ജീവിതം ആസ്വദിച്ചതുപോലെയുള്ള ഒരു അവസ്ഥ, ലാദന്റെ വാക്കുകൾ കേട്ട് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരും ലാദന്റെ പ്രവർത്തികൾ കാരണം നിരന്തരമായ ബോംബിങ്ങിനും സ്ഫോടനങ്ങൾക്ക് ഇരയായവർക്കും കിട്ടിയില്ല എന്നുള്ളത് മറക്കരുത്. ഇത് തന്നെയാണ് യാഹ്യ സിൻവറിനോടും പൊതുവിൽ ആർക്കും പറയാനുണ്ടാവുക. പുള്ളി മാത്രം രക്ഷപ്പെട്ടിട്ട് കാര്യമില്ല, പുള്ളി എല്ലാം ഉണ്ടാക്കിയിട്ട് പുള്ളിയെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർ ചോദിക്കുന്ന ഒരു കാര്യം, ഇത് പൊതുവിൽ ആർക്കും ചോദിക്കാവുന്നതാണ്. ഇസ്ലാം അനുസരിച്ച് ഇത് ഭയങ്കര ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പെൺവേഷം കിട്ടുക എന്ന് പറയും. അതിൽ അവർ കുറേ സംഗതി ഇസ്ലാമിക സാഹിത്യത്തിൽ നിന്ന് അവർ കോട്ട് ചെയ്യുന്നുണ്ട്. അബു ഹുറൈയ സെറ്റ്, ദ മെസഞ്ചർ ഓഫ് അള്ളാ, ദാറ്റ് ഈസ് ദ പ്രോഫറ്റ് മുഹമ്മദ് ടു യു ആൻഡ് മീ, DI. Cursed men who wear women's clothing and women who wear men's clothing. ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണിനെയും പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണിനെയും മുഹമ്മദ് ശപിച്ചു എന്നാണ് ഒരു അബൂ ഹുറൈയ എന്ന് പറയുന്ന പുള്ളി പറഞ്ഞായിട്ടാണ് ഇസ്ലാമിക സാഹിത്യത്തിൽ, ഹദീസിലായിരിക്കും. ആൻഡ് ദിസ് ഈസ് കൺസിസ്റ്റന്റ് വിത്ത് തോറ കമാൻഡ്. തോറയിൽ ഇങ്ങനെ ഒരു കമാൻഡ്മെന്റ് ഉണ്ട്, അത് ജൂയിഷ് ആണ് തോറ. അതിൽ നിന്നാണല്ലോ ഇസ്ലാമിക സാഹിത്യം മൊത്തം ഏതാണ്ട് പലതും കോപ്പി അടിച്ചിരിക്കുന്നത്. എ വുമൻ മസ്റ്റ് നോട്ട് പുട്ട് ഓൺ എ മാൻസ് അപ്പാരൽ, നോർ ഷാൽ എ മാൻ വെയർ എ വുമൻസ് ക്ലോത്തിങ്, ഫോർ ഹൂവർ ഡസ് ദീസ് തിങ്സ് ഈസ് അബ്സൊറന്റ് ടു യുവർ ഗോഡ്. പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണും ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണും നിന്റെ ദൈവത്തെ അങ്ങേയറ്റം വെറുപ്പിക്കുന്നു. ദൈവത്തിന് ഭയങ്കര അരിശമാണ് ഇത് കാണുന്നത് എന്നാണ്. അതായത് ഒരു ഹറാമാണ്, ഒരു ഷിർക്കാണ് ശരിക്കും. കാര്യം സെമറ്റിക് ജൂയിഷ് ട്രഡീഷൻ ആണ്, സെമറ്റിക് ആണ് ശരിക്കും. ഇസ്ലാം എന്ന് പറയുന്നത് ജസ്റ്റ് ചെറിയ മുഹമ്മദിന്റെ ചില ഈ എന്താ പറയുന്നത് ചില ക്രിസ്മസ് അവിടെ ഇവിടെ ഇട്ടിട്ടുണ്ടെന്നല്ലാതെ ബേസിക്കലി എല്ലാം ജൂയിഷ് ട്രഡീഷനിലുള്ള മതം തന്നെയാണ്. അപ്പം അത് ഡ്യൂട്ടറോണമിയിലുള്ള വാക്കാണ്. ഇതൊന്നും തള്ളാനായിട്ട് ശരിക്കും മുഹമ്മദ് അതൊക്കെയാണല്ലോ കേട്ട് പഠിച്ചിട്ടുള്ളത്. അബു ദാവീദ് added that this sin is not excused by doing it in private, because just by wearing women's clothing he is incurring sin, even if he does that when he is alone. നോക്കൂ, ഈ ഇസ്ലാമിക നിയമം അനുസരിച്ച് ഈ സ്ത്രീ പെൺവേഷം കെട്ടുന്നത്, അല്ല പുരുഷൻ പെൺവേഷം കെട്ടുന്നത് ഒറ്റയ്ക്കൊരു മുറിയിൽ നിന്ന് ചെയ്താലും അത് ഭയങ്കര കുറ്റമാണ് എന്നാണ് പറയുന്നത്. സിന്നാണ്, പാപമാണ് എന്നാണ്. അതിനിപ്പോൾ നാടകത്തിൽ അഭിനയിക്കുന്നതായാലും സിനിമയിൽ അഭിനയിക്കുന്നതായാലും ഒരിക്കലും ഒരു പുരുഷൻ പെൺവേഷം കെട്ടാൻ പാടില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ മനുഷ്യർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മതവെറിയന്മാരായിട്ടുള്ള മനുഷ്യർ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. കാര്യം ഹമാസ് എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ ഒരു പാരമ്യതയാണ്, ഐസിസ് പോലെ തന്നെയാണ്. അപ്പോൾ അവർ ഒറിജിനൽ ഇസ്ലാമാണ് ഫോളോ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് വെള്ളം കലർത്തിയ ഇസ്ലാം ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ആധുനിക ലോകം അനുസരിച്ച് ആധുനിക നിയമങ്ങൾ അനുസരിച്ചൊക്കെ ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചു വെക്കുന്നു. ഇവരങ്ങനെയല്ല, എന്താണോ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളത് അതനുസരിച്ച് പോകുന്നു. അപ്പോൾ അവിടെ അത് വളരെ വ്യക്തമാണ്. ഒരു മുറിക്കകത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പോലും ഈ വസ്ത്രം ധരിക്കാൻ പാടില്ല. അപ്പോൾ അവിടെയാണ് പബ്ലിക്കായിട്ട് ഇറങ്ങി നടക്കുന്നത്. ഇത് ഈ പത്രം, ജൂയിഷ് പത്രം പറഞ്ഞെന്ന് പറഞ്ഞ് തള്ളണ്ട കേട്ടോ. ഇത് ഞാൻ ഇസ്ലാം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറഞ്ഞൊരു സൈറ്റ്, ഒരു ഇസ്ലാമിക് സൈറ്റിൽ ഇതേ ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതിന് അവർ പറയുന്ന ഒരു ചോദ്യം ഇതാണ്: ഇൻ ഖുറാൻ, അതായത് ഇസ്ലാമിക് ആയിട്ടുള്ള എന്ത് സംശയം ഒന്ന് ഉന്നയിക്കാം, ഭയങ്കര പണ്ഡിതന്മാരെല്ലാം കൂടെ ഇരുന്ന് ആണ് ഇതിന് മറുപടി പറയുന്നത് എന്നായിരിക്കും. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യം, ഇൻ ഖുറാൻ ഇറ്റ് ഈസ് ക്ലിയർലി മെൻഷൻഡ് ഹൗ വിമൻ ഷുഡ് ബി ഡ്രസ്ഡ് ഇൻ എനി കൺട്രി ഓർ എൻവയറൺമെന്റ്, വെദർ ഇൻ ആൻ ഇസ്ലാമിക് കൺട്രി ഓർ നോൺ ഇസ്ലാമിക് കൺട്രി. ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ നോൺ ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ,
ഒരു സ്ത്രീ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഖുറാനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യമാണ്, ഐ വാണ്ട് ടു നോ ഹൗ ഷുഡ് മെൻ ബി ഡ്രസ്ഡ് ഇൻ എനി കൺട്രി ഓർ എൻവയറൺമെന്റ്, വെദർ ഇൻ ആൻ ഇസ്ലാമിക് കൺട്രി ഓർ ഇൻ നോൺ ഇസ്ലാമിക് കൺട്രി. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം പുരുഷന്മാർ ധരിക്കേണ്ട വസ്ത്രം? അത് ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ നോൺ ഇസ്ലാമിക് രാജ്യമായിക്കോട്ടെ. ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിന് ഉത്തരമായിട്ട് നീണ്ട ഒരു മറുപടിയാണ്. അതിന്റെ സമ്മറി ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇസ്ലാമിക് ഡ്രസ് കോഡ് ഫോർ മെൻ ഇൻക്ലൂഡ്, ഇസ്ലാമിക അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മനുഷ്യർക്ക്, പുരുഷന്മാർക്ക് ഉള്ള ഡ്രസ് കോഡിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അത് താഴെ പറയുന്നവ കൂടി ഉൾക്കൊള്ളുന്നു. 1, ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു വെയർ തിൻ സീ ത്രൂ ക്ലോത്തിങ്. സീ ത്രൂ, സുതാര്യമായ, എന്നുവെച്ചാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ അകം മുഴുവൻ കാണാവുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ പുരുഷന്മാർ ഇടരുത്. 2, ഇറ്റ് ഈസ് ഹറാം ടു ഇമിറ്റേറ്റ് പോളിത്തീസ്റ്റ് ആൻഡ് അൺബിലീവേഴ്സ് ഇൻ ദെയർ ഡ്രസ്. ബഹുദൈവ വിശ്വാസികളും അവിശ്വാസികളും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. മനസ്സിലായോ? അതെ, ഒരു മുസ്ലിമിനെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും അത് മുസ്ലിം ആണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സാധാരണ വസ്ത്രങ്ങൾ പാടില്ല. അതായത് ഇപ്പോൾ ജീൻസും ടോപ്പും അത് പാടില്ല, ജീൻസും ഷർട്ടും പാടില്ല. ഇതൊക്കെയെന്ന് വെച്ചാൽ അവിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ധരിക്കുന്നതാണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പാടില്ല. നോക്കൂ, അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് വലിയ അറിവാണിത്. ഇനി 3ാമത്തെ നോക്കൂ, ഇറ്റ്സ് ഹറാം ഫോർ വിമൻ ടു ഇമിറ്റേറ്റ് മെൻ ആൻഡ് മെൻ ടു ഇമിറ്റേറ്റ് വിമൻ ഇൻ ദ വേ ദേ ഡ്രസ്. വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ ആണ് പെണ്ണിനെ അനുകരിക്കുന്നതും പെണ്ണ് ആണിനെ അനുകരിക്കുന്നതും ഹറാമാണ്. ഈ 3 കാര്യമാണ് എൻ്റെ ഇതായിട്ട് പറയുന്നത്. അതിന് അവർ തന്നെ കോട്ട് ചെയ്യുന്നത്, നറേറ്റഡ് ബൈ അൽ ബുഖാരി 55-46. ഈ പണ്ഡിതൻ, മുസ്ലിം പണ്ഡിതൻ തന്നെ കോട്ട് ചെയ്യുന്നതാണ്. പണ്ഡിതർ ആയിരിക്കാം. ഇറ്റ് ഈസ് ഹറാം ഫോർ എ വുമൻ ടു ഇമിറ്റേറ്റ് മെൻ ആൻഡ് മെൻ ടു ഇമിറ്റേറ്റ് വുമൻ ഇൻ ദ വേ ദേ ഡ്രസ്. ദ പ്രോഫറ്റ് അത് പറയുന്നുണ്ട്, കേഴ്സ് ദ മെൻ ഹു ഇമിറ്റേറ്റ് വിമൻ ആൻഡ് ദ വിമൻ ഹു ഇമിറ്റേറ്റ് മെൻ. മുഹമ്മദ് ശപിച്ചിരിക്കുകയാണ് ഈ സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെയും.